നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. മലയാള സിനിമയുടെ ശൈശവ കാലഘട്ടത്തിൽ, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ അതിശക്തമായ കഥാപാത്രങ്ങൾ രംഗത്ത് അവതരിപ്പിച്ച ഒരു നടി നമുക്കുണ്ട്. ശാരദയും ഷീലയും അരങ്ങ് വാഴുന്നതിന് മുമ്പ് സിനിമാ രംഗത്ത് ആധിപത്യം ഉറപ്പിച്ച ഒരു നടിയെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. അംബിക സുകുമാരൻ. അതെ, അംബിക സുകുമാരൻ എന്ന അംബിക. അജിത് കുമാർ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ട്രാവൻകൂർ സിസ്റ്റേഴ്സ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ലളിത പത്മിനി രാഗിണി, അവരുടെ ഏറ്റവും അടുത്ത ബന്ധുവായിരുന്നു അംബിക. അവരുടെ അടുത്ത കസിനായിരുന്നു. അപ്പോൾ ഇവരുടെ കൂടെയായിരുന്നു അംബികയ്ക്ക് ചെറുപ്പത്തിലെ സഹവാസം. അതുകൊണ്ട് നൃത്തത്തിൽ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു. ആ നൃത്തം അഭ്യസിച്ചത് ഗുരു ഗോപിനാഥിന്റെ കീഴിലായിരുന്നു. ഈ സിനിമയിലേക്കുള്ള എൻട്രി വരുന്നതും നൃത്തത്തിലൂടെയാണ്. അംബിക പറയുന്നുണ്ട്, അംബിക ഇതുവരെ ഒരു നാടകത്തിൽ പോലും അഭിനയിച്ചിട്ടില്ല, ഈ ഡാൻസ് മാത്രമാണ് ചെയ്തിരുന്നത്. അങ്ങനെ നമ്മുടെ നിത്യഹരിത നായകൻ പ്രേംനസീർ നായകനായ വിശപ്പിന്റെ വിളി കുഞ്ചാക്കോ എടുക്കാൻ തീരുമാനിക്കുന്നു. ആ സമയത്ത് നൃത്തരംഗത്ത് ഒരു നടി വേണം. അപ്പോൾ ഇവരുടെ അഭ്യർത്ഥന മാനിച്ച്, അതായത് ലളിത പത്മിനി രാഗിണിമാരുടെ അഭ്യർത്ഥന മാനിച്ച് ആ വേഷം കൊടുക്കുന്നത് അംബികയ്ക്കാണ്. ഒരു നൃത്തരംഗത്ത് മാത്രമാണ് പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ ആ ചിത്രം വിജയിച്ചതോടെ, നസീറിന്റെ ചിത്രമായതുകൊണ്ട് ആ ചിത്രം വളരെ വിജയമായിരുന്നു. മിസ് കുമാരിയായിരുന്നു നായിക. ആ ചിത്രം വിജയിച്ചതോടെ അംബികയ്ക്ക് വീണ്ടും അവസരങ്ങൾ വന്നു തുടങ്ങി. പിന്നീട് ഒരു ത്രൂ ഔട്ട് കഥാപാത്രം കിട്ടുന്നത് കൂടപ്പിറപ്പ് എന്ന ചിത്രത്തിലാണ്. കൂടപ്പിറപ്പ് എന്ന ചിത്രത്തിന് ധാരാളം പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. കാരണം അതിലാണ് നമ്മുടെ ഗാനരചയിതാവ് വയലാർ രാമവർമ്മ ആദ്യമായി ഗാനം എഴുതുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, JD തോട്ട എന്ന ശക്തനായ സംവിധായകൻ ആദ്യമായി സംവിധാനം നിർവഹിച്ചതും കൂടപ്പിറപ്പിലാണ്. അതുപോലെ ആ തുമ്പി തുമ്പി വാവ എന്ന ഗാനം ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ച ഗാനമാണ്. ആ ഗാനത്തോടു കൂടിയാണ് നമ്മുടെ വയലാർ രാമവർമ്മയ്ക്ക് ധാരാളം അവസരങ്ങൾ വീണ്ടും സിനിമാ രംഗത്ത് കിട്ടിയത്. അപ്പോൾ ഈ ചിത്രത്തില് പാർവതി എന്ന കഥാപാത്രത്തെയാണ് അംബിക അവതരിപ്പിച്ചിരിക്കുന്നത്. ത്രൂ ഔട്ട് കഥാപാത്രമാണ്. അതിൽ നായകൻ പ്രേംനവാസായിരുന്നു. ആ ചിത്രം സാമ്പത്തികമായി വിജയിച്ച ഒരു ചിത്രം തന്നെയായിരുന്നു. ഈ ചിത്രത്തിന്റെ വിജയത്തോടുകൂടി പിന്നീട് അംബികയ്ക്ക് കിട്ടിയത് അതും പ്രേംനവാസ് നായകനായ ചിത്രം തന്നെയാണ്. ആദ്യത്തെ കളർ ചിത്രം കണ്ടം വെച്ച കോട്ട്. അതിൽ കുഞ്ഞു ബീവി എന്ന കഥാപാത്രത്തെയാണ് അംബിക അവതരിപ്പിച്ചത്. വളരെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രമായിരുന്നു. പക്ഷെ ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, എല്ലാ കഥാപാത്രങ്ങളും ദുഃഖമയമായ കഥാപാത്രങ്ങളായിരുന്നു. അതായത് കാണികളുടെ കണ്ണുകളെ നനയിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളാണ് അംബികയ്ക്ക് കൂടുതലും കിട്ടിയിരുന്നത് എന്നുള്ളതാണ് സത്യം. അല്ലാതെ കൂടുതൽ ഗ്ലാമർ വേഷങ്ങളായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ദുഃഖപത്രി എന്ന പേര് ശാരദയ്ക്കാണെങ്കിലും ശാരദ വരുന്നതിന് മുമ്പ് ധാരാളം കഥാപാത്രങ്ങൾ കൈയാളിയിരുന്നത് അംബിക തന്നെയായിരുന്നു. കുട്ടിക്കുപ്പായം എന്ന ചിത്രം മലയാള സിനിമാ പ്രേക്ഷകർ ഒരിക്കലും മറക്കുകയില്ല. അതിൽ സുബൈദ എന്ന കഥാപാത്രമായിരുന്നു. മൊയ്തീൻ പടിയത്തിന്റെ നോവലിനെ ആസ്പദമാക്കിയെടുത്ത ചിത്രം. അതിൽ നായകൻ പ്രേംനസീർ ആയിരുന്നു. പ്രേംനസീറിനോടൊപ്പം മധുവും ഉണ്ടായിരുന്നു. അതിൽ സുബൈദ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. ആ ചിത്രം സാമ്പത്തികമായി വളരെ വിജയിച്ചു. അതൊരു ദുഃഖ കഥാപാത്രം തന്നെയായിരുന്നു. കാരണം തനിക്ക് കുട്ടി ഉണ്ടായില്ലെന്നുള്ള പേരിൽ അമ്മായിയമ്മ മൊഴിയൊല്ലാൻ മകനോട് പ്രേരിപ്പിക്കുന്ന ഒരു സിനിമയാണത്. പക്ഷെ അവിടെയൊക്കെ അംബിക ജീവിക്കുകയായിരുന്നു ആ ഓരോ രംഗങ്ങളിലും. പക്ഷെ അവസാനം അംബിക മധുവിനെ വിവാഹം കഴിക്കുന്നു. മധുവിൽ കുട്ടി ഉണ്ടാകുന്നു. അപ്പോൾ തന്റെ മകനുണ്ടായ കുറ്റം കൊണ്ടാണെന്ന് അറിയാതെയാണ് അവളെ മൊഴിയൊല്ലിയത്. അങ്ങനെയാണ് ആ കഥ പോകുന്നത്. അത് വളരെ തിയേറ്ററുകളിൽ വളരെ കാലം ഓടിയ ഒരു ചിത്രമാണ്. പിന്നീട് സത്യൻ നായകനായ കണ്ണും കരളും എന്ന ചിത്രത്തിൽ നായികയായിട്ട് അഭിനയിച്ചു. പക്ഷേ സത്യനായിട്ട് അഭിനയിച്ചതിൽ ഹിറ്റായത് തച്ചോളി ഒതേനൻ എന്ന ചിത്രത്തിലായിരുന്നു. അതിൽ
ഉദയനന്റെ ഭാര്യ കുഞ്ഞിക്കുങ്കി എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഉദയനൻ അപകടത്തിൽപ്പെടുമ്പോൾ ഒരു കുറവന്റെ വേഷത്തിൽ വന്ന് പാട്ടുപാടി അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സീനിലൊക്കെ അംബിക ജീവിക്കുക തന്നെയായിരുന്നു. തച്ചോളി ഉദയനൻ വിജയിച്ചെങ്കിൽ സത്യന് മാത്രമല്ല അതിൽ അംബികയ്ക്കും ആ വിജയത്തിൽ ആഹ്ലാദിക്കാം. ചേട്ടത്തി എന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായ നിർമ്മലയാണ് അവതരിപ്പിച്ചത്. അത് നായിക പ്രാധാന്യമുള്ള ഒരു ചിത്രമായിരുന്നു ചേട്ടത്തി. അതിൽ നിർമ്മല എന്ന കഥാപാത്രം അതിശക്തമായ ഒരു കഥാപാത്രമാണ്. അതില് അംബിക പറയുന്ന ഒരു ഡയലോഗുണ്ട്: ഒരു സ്ത്രീക്ക് അച്ഛൻ മരിച്ചാൽ കുഴപ്പമില്ല, കൂടപ്പുറപ്പ് മരിച്ചാലും കുഴപ്പമില്ല, ഒരു ഭർത്താവ് മരിച്ചാൽ അവളുടെ ജീവിതം പരാജയമാകുമെന്ന്. അതുപോലുള്ള സന്ദർഭങ്ങളാണ് ആ സിനിമയിൽ പോകുന്നത്. കാരണം അവൾ തെറ്റ് ചെയ്യാതെ സമൂഹ മധ്യത്തിൽ മോശക്കാരിയാകുന്നു വരുന്ന ധാരാളം രംഗങ്ങൾ ആ ചിത്രത്തിലുണ്ട്. അക്കാലത്തെ ഏറ്റവും വലിയൊരു ചിത്രമായിരുന്നു ചേട്ടത്തി. അംബികയുടെ ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം മുടിയനാപുത്രയിലെ രാധ എന്നാണ് പറഞ്ഞത്. ധാരാളം ചിത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ആ കഥാപാത്രം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ കടത്തുകാരനിലെ വേഷം. സത്യം പറഞ്ഞാൽ സത്യനായിട്ടുള്ള ചിത്രങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ ഹിറ്റായത് എന്നുള്ള ഒരു സത്യമാണ്. ഏറ്റവും അവസാനം അഭിനയിച്ചതും സത്യനോടൊത്ത് തന്നെയാണ്. അരനാഴിക നേരം 1971 പുറത്തു വന്ന ചിത്രം. അതോടെ അവർ അഭിനയം നിർത്തി, നൃത്തവിദ്യാലയം നടത്തുകയായിരുന്നു. പിന്നീട് യാതൊരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. പലരും വന്ന് വിളിച്ചിട്ടും പിന്നെ അവർ സിനിമയിൽ അഭിനയിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. പക്ഷെ മലയാളികൾക്ക് ഒട്ടനവധി കഥാപാത്രങ്ങൾ തന്ന ഒരു നടിയാണ് അംബിക. ഈ അരനാഴിക നേരത്തിൽ തന്നെ ആ ഗാനരംഗമൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓടിയെത്തും. സ്വരങ്ങളെ സപ്തസ്വരങ്ങളെ, അത് KP പറഞ്ഞിട്ട്, അത് 3 തലമുറയുടെ കഥ പറയുന്ന സിനിമയാണല്ലോ അരനാഴിക നേരം. അംബികയെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഓടിയെത്തുന്ന ചിത്രങ്ങൾ കുരുതിക്കളം, തൊമ്മന്റെ മക്കൾ, കടത്തുകാരൻ, ചെകുത്താന്റെ കോട്ട, ഇതൊക്കെയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, 1971 അരനാഴിക നേരം സിനിമയ്ക്ക് ശേഷം അവർ സ്റ്റേറ്റ്സിലേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒട്ടനവധി മികച്ച കഥാപാത്രങ്ങൾ ലഭിക്കുമായിരുന്നു.